Hi all, welcome to Whiteboard PSC. So ഇന്ന് നമ്മൾ SCRT-യുടെ മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. അപ്പൊ മൂന്നാമത്തെ ചാപ്റ്റർ ഭൗമരഹസ്യങ്ങൾ തേടിയെന്നാണ്. നമ്മുടെ PSC-യെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ദക്ഷിണാഫ്രിക്കയില് പോയ ഒരു ഗനി കാണാൻ എത്തിയ ഒരാളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഇത് നമുക്ക് വായിക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് സ്ഥലങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഫാക്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഇതും കൂടി നമുക്ക് ആവശ്യമാണ്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ നിന്ന്, അപ്പൊ ജോഹന്നസ്ബർഗ് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണുള്ളത്. അപ്പൊ അവിടെ നിന്നും തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് വെസ്റ്റേൺ ആരിയ എന്ന് പറയുന്നത്. അപ്പൊ വെസ്റ്റേൺ ആരിയ എന്ന് പറയുന്ന പട്ടണം എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് ആ പട്ടണം. ഇതിനടുത്താണ് പേനങ് സ്വർണ്ണഗിനി എന്ന് പറയുന്നത്. അപ്പൊ പേനങ് സ്വർണ്ണഗിനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം 3 ദിവസമായിട്ട് ഈ ഒരു ഗനി സന്ദർശിക്കുന്നതിന് വേണ്ടി ഇരിക്കുവാണ്. പക്ഷെ എന്താണ്, ഗനിയെ കുറിച്ചുള്ള ഫീച്ചർ എഴുതണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇത് ഒരുപാട് കാത്തിരുന്നിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. അവസാനം ഇദ്ദേഹം തിരിച്ചു പോകാൻ വേണ്ടി നിന്നപ്പോ അവിടുത്തെ ഗനിയിലെ മാനേജർ പറഞ്ഞു, ശരി ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്തായിരുന്നു, ആ ഗനി കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ അവിടെ പാനെത്തുകയാണ്. ഓക്കെ, പേനങ് ഗനിയിലേക്ക് പാനെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗനിയെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. 103 നിലകളുള്ള 103 നിലകളുള്ള 10 എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങുകൾ ഒന്നിനുമേൽ ഒന്നായി സങ്കല്പിച്ചാൽ എത്രയാണോ ആഴമുള്ളത് അത്രയും ആഴമുണ്ട് ഈ ഒരു ഗനിക്ക് എന്നാണ് പറയുന്നത്. പേനങ് സ്വർണ്ണഗനിക്ക് അത്രയും ആഴമുണ്ട് എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ തേടാൻ ധരിക്കുന്ന ഓക്സിബോക്സ് എന്ന ജീവൻ രക്ഷാ ഉപകരണവും. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്താണ് ഓക്സിബോക്സ്? ഓക്സിബോക്സ് എന്താണ്? ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് ഓക്സിബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ടോർച്ചും ഹെൽമറ്റും ചൂടിനെ പ്രതിരോധിക്കുവാൻ കട്ടിയുള്ള കോട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥൻ ധരിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം അവ ധരിക്കേണ്ട വിധവും വിശദീകരിച്ചു തന്നു. 100 പേരെ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള എലിവേറ്റർ കാർ എന്ന വാഹനത്തിലായിരുന്നു താഴേക്കുള്ള യാത്ര. അപ്പോൾ താഴേക്കുള്ള യാത്ര ഏതിലായിരുന്നു? എലിവേറ്റർ കാറിലായിരുന്നു യാത്ര എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റും PSC എക്സാമുകളിൽ PYQൽ കാണുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ആഴം കൂടിയപ്പോൾ ചൂട് ക്രമേണ വർദ്ധിക്കുകയും, അപ്പൊ ആ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ആഴത്തേക്ക് പോകുന്തോറും എന്താണ്, ചൂട് എങ്ങനെയാണ്, വർദ്ധിക്കുകയാണോ കുറയുകയാണോ, അതുപോലെ തന്നെ തുലനാവസ്ഥയിൽ നിൽക്കുകയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രമേണ വർദ്ധിക്കുകയാണ്. ഓക്കെ, വർദ്ധിക്കുകയാണ്. മർദ്ദ വ്യതിയാനം മൂലം ചെവികൾ അടയുകയും ചെയ്തു അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വലിയ പ്രകാശമൊന്നും ആ ഗനി കാണാൻ ഉണ്ടായിരുന്നില്ല. എലിവേറ്ററിന് മുകളിലുള്ള പ്രകാശം മാത്രമായിരുന്നു ആകെ ഒരു പ്രകാശ സ്രോതസ്. അതായത് ഭൂമിയുടെ അടിത്തട്ടിൽ പോകുന്തോറും ഇരുട്ടായിരുന്നു എന്നാണ് അതിനർത്ഥം വരുന്നത്. ഇനി അടുത്ത് പറയുന്നത് 1000 ചിന്തകളും അതിലേറെ കൗതുകങ്ങളുമായി ഗനിയുടെ അത്ഭുത ലോകത്തേക്ക് താഴ്ന്നിറങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആ ഒരു പേനങ് സ്വർണ്ണഗിനി എന്ന് പറയുന്നത് എവിടെയാണ് എന്നും അതുപോലെ തന്നെ എന്താണ് ഓക്സിബോക്സ് എന്നും ഭൂമിയുടെ താഴേക്ക് വരുമ്പോൾ ചൂട് കൂടുകയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റും ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇവിടെ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്, 225 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിൽ വരെ മനുഷ്യന്മാരെത്തി. പക്ഷെ എന്താണ്, നമ്മൾ ഇവിടെ വസിക്കുന്ന ഭൂമിയുടെ താഴേക്ക് ഇറങ്ങുമ്പോൾ 12 കിലോമീറ്ററിനപ്പുറം പോകാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ മുകളിലേക്ക് പോകുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് നമ്മൾ വസിക്കുന്ന ഭൂമിയുടെ താഴെ ഒരു 12 കിലോമീറ്ററിലധികം പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കാരണം എന്താണ്, മുകളിലെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ്. ഓക്കെ, മുകളിലെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് ഇതിന്റെ എന്തായിരുന്നു, ആഴം കൂടുന്തോറും താപവും മർദ്ദവും കൂടാനുള്ള കാരണമായിട്ട് പറയുന്നത്. പിന്നെ ഇവിടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, നമ്മുടെ ഇരുമ്പ് ഉരുകണമെങ്കിൽ 1538 ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത്. അപ്പൊ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എത്രയാണ്? 5000 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാ പറയുന്നത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവിക്കുന്ന ആ ഒരു താപം എത്രയായിരുന്നു? 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഒരു ഇരുമ്പ് ഉരുകുന്നതിനെക്കാട്ടിലും എത്രയോ ഇരട്ടിയാണ്
ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ളത്. അപ്പൊ അതിന്റെ തീവ്രത കണക്കാക്കാനാണ് ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത പറയാണ് നമ്മുടെ ഈ ഭൂമിയെ കുറിച്ച് എങ്ങനെയാണ്, ഉള്ളറയെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നതെന്നാണ്. അപ്പോ ഇവിടെ ഒന്നാമത് പറയുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുമ്പോൾ അതില് മുകളിലേക്ക് ഇങ്ങനെ വരില്ല. ഇപ്പൊ ഇവിടെ അഗ്നിപർവ്വതം ആണെങ്കിൽ ഇവിടെ സ്ഫോടനം നടക്കുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ലാവ ഒഴുകുമല്ലോ. അതിൽ നിന്ന് നമുക്ക് എന്താണ്, അതിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളിൽ നിന്ന് നമ്മൾ എക്സാമിൻ ചെയ്ത് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന കുറച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തില് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യും. അതിലൂടെയൊക്കെ എന്തായിരുന്നു നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഭൂമിയുടെ ഈ ഉള്ളറകളെ നമ്മൾ വിശകലനം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയും ഖനികളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിലൂടെയും ഭൂകമ്പ സമയത്തുള്ള ആ തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മുടെ എന്തായിരുന്നു നമ്മുടെ ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കുന്ന തരംഗങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഭൂമികളെ പല പാളികളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്, വ്യത്യസ്ത പാളികളായിട്ട് തിരിക്കുന്നുണ്ട്. അതാണ് ചിത്രം 3.1 പറയുന്നത്. അപ്പൊ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. അപ്പം നമ്മൾ താമസിക്കുന്നത് എവിടെയാ, നമ്മള് ഭൂവൽക്കത്തിലാണ് താമസിക്കുന്നത്. അതിനടുത്തതായിട്ട് വരുന്നതാണ് മാന്റിൽ അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാന്റിൽ അഥവാ ക്രസ്റ്റ്. അതിനും ഏറ്റവും അകത്ത് വരുന്നതാണ് കോർ എന്ന് പറയുന്നത്. ഈ കോറിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നെന്തായിരുന്നു, ഔട്ടർ കോർ, പുറക്കാമ്പ്. അടുത്ത എന്തായിരുന്നു, ഏറ്റവും അകത്തുള്ളത് അകക്കാമ്പ്. അത് ആലോചിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അകത്തുള്ളത് അകക്കാമ്പ്, പുറത്തുള്ളത് പുറക്കാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഉള്ളിലുള്ളതിനെയാണ് നമ്മൾ കാമ്പ് എന്ന് പറയുക. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പച്ചക്കറി എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ചെടി എടുക്കുക, അതിന്റെ കാമ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലുള്ള സാധനത്തിനെയാണ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ആദ്യം ഭൂവൽക്കമാണ്, അത് കഴിഞ്ഞ് മാന്റിലാണ്, ക്രസ്റ്റ് ആണ്, അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പുറക്കാമ്പ്, പിന്നെ അകക്കാമ്പ്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഭൂവൽക്കം എന്താണ്. നേരത്തെ പറഞ്ഞ അതേ ചിത്രം തന്നെ കൃത്യമായിട്ട് വിശദമായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഭൂവൽക്കത്തെ കുറിച്ച് ആദ്യം കൊടുക്കുന്നുണ്ട്. ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ് ഭൂവൽക്കം. അപ്പൊ എന്തായിരുന്നു, ഭൂമിയുടെ നേർത്ത പുറന്തോടിനെയാണ്, ഇതാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കനം എത്രയാണ്, കട്ടി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 40 കിലോമീറ്റർ ആണ്. ഓക്കെ, എന്തായിരുന്നു, 40 കിലോമീറ്റർ ആണ്. അപ്പൊ ഇതിനെ തന്നെ 2 തരത്തിലുള്ള ഭൂവൽക്കങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. എന്തായിരുന്നു, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ഓക്കെ, എന്തായിരുന്നു, വൻകര ഭൂവൽക്കവും അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കവും. അങ്ങനെ 2 തരത്തിലാണ് തിരിക്കുന്നത്. ഇനി നമ്മൾ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കത്തിനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇതില് വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. സിലിക്ക, അലുമിനിയ എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. PYQ ആണ്, PSC ചോദിച്ചതാണ്, PYQ ആണ്. എന്താണ് സിയാൽ, വൻകര ഭൂവൽക്കത്തെയാണ് സിയാൽ എന്ന് വിളിക്കുന്നത്. എന്താണ്, വൻകര ഭൂവൽക്കത്തെ നമ്മൾ വിളിക്കുന്നു സിയാൽ എന്ന്. ഇനി അടുത്തത് നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിൽ എന്താ അടങ്ങിയിരിക്കുന്നത്, സിലിക്കയും അതുപോലെ തന്നെ മഗ്നീഷ്യവും ആണ് അടങ്ങിയിരിക്കുന്നത്. സിലിക്കയും മഗ്നീഷ്യവും ആണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു, സിമ എന്ന് വിളിക്കുന്നു. ഓക്കെ, സിയാൽ എന്ന് പറയുമ്പോൾ വൻകര ഭൂവൽക്കവും സിമ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, സമുദ്ര ഭൂവൽക്കവുമാണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ മാന്റിൽ, നമുക്കറിയാം ഭൂവൽക്കം കഴിഞ്ഞാൽ അതിനടുത്തതായിട്ടാണ് എന്ത് വരുന്നത്, മാന്റിൽ വരുന്നത്. ഓക്കെ, മാന്റിൽ വരുന്നത് ഭൂവൽക്കം കഴിഞ്ഞാൽ അതിനടുത്താണ്. ഇതാണ് മാന്റിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാന്റിലിനെ കുറിച്ച് നമ്മൾ നോക്കാം. ഭൂവൽക്കത്തിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നതിനെയാണ് മാന്റിൽ എന്ന് പറയുന്നത്. എന്തായിരുന്നു, ഭൂവൽക്കത്തിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നതിനെയാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഇത് ഭൂവൽക്കം, ഇത് മാന്റിൽ. ഓക്കെ, ഭൂവൽക്ക പാളിക്ക് താഴെ 2900 കിലോമീറ്റർ വരെയാണ് എന്തുള്ളത്, മാന്റിൽ ഉള്ളത്. മറ്റേത് എന്തായിരുന്നു, ഭൂവൽക്കം വെറും 40 കിലോമീറ്ററേ ഉള്ളൂ അല്ലെ, 40 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ഇതെന്തായിരുന്നു, 2900 കിലോമീറ്റർ വരെയാണ് എന്തുള്ളത്, നമ്മുടെ മാന്റിൽ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ തന്നെ 2 തരത്തിലുള്ള മാന്റിലാണുള്ളത്. എന്താണ്, ഉപരി മാന്റിൽ എന്നും അധോ മാന്റിൽ എന്നും.
അപ്പൊ നമുക്ക് ഗസ് ചെയ്യാം, ഉപരിമാൻറ്റിൽ എന്ന് പറയുമ്പോൾ മുകളിലത്തെയും അതോ മാൻറ്റിൽ എന്ന് പറയുമ്പോൾ താഴത്തെയാണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഗസ് ചെയ്യാം. എന്താണ് ഉപരിമാൻറ്റിൽ, എന്താണ് അതോ മാൻറ്റിൽ നമുക്ക് നോക്കാം. ഉപരിമാൻറ്റിൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ് എന്നാണ്. അപ്പൊ എന്തായിരുന്നു, ഉപരിമാൻറ്റിൽ എന്തുകൊണ്ടാണ് നിർമ്മിതമായത്, സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ്. ഓക്കെ, സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ് എന്ത് നിർമ്മിതമായിരിക്കുന്നത്, ഈ ഒരു പാളി നിർമ്മിതമായിരിക്കുന്നത്. ഇത് എന്തവസ്ഥയിലാണ്, ഖരാവസ്ഥയിലാണ്. എന്തായിരുന്നു, ഉപരിമാൻറ്റിൽ എന്തവസ്ഥയിലാണ്, ഖരാവസ്ഥയിലാണ്. അടുത്തത് അതോ മാൻറ്റിൽ എന്തായിരുന്നു, ഉപരിമാൻറ്റിലിന് കീഴിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്, താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് അതോ മാൻറ്റിൽ. അതോ മാൻറ്റിൽ എന്തായിരുന്നു, അർദ്ധദ്രാവകാവസ്ഥയിലാണ്. ഉപരിയിൽ എന്തായിരുന്നു, ഖരമാണ് വരുന്നത് അല്ലെ, ഖരമാണ് വരുന്നത്, ഖരാവസ്ഥയാണ് വരുന്നത്. അതിന് താഴെ എന്തായിരുന്നു, ഖരം പൂർണ്ണമായും ഖരമല്ല, പക്ഷെ പൂർണ്ണമായും ദ്രാവകമല്ല. എന്താണ് അവസ്ഥ, അർദ്ധദ്രാവകാവസ്ഥയിലാണ്. എന്തായിരുന്നു, അതോ മാൻറ്റിൽ അർദ്ധ ദ്രാവകാവസ്ഥയില്. ആ കണക്ട് ചെയ്യണേ, ആന്ന്. ഇനി അടുത്തത് ഏറ്റവും അകത്തായി വരുന്നത് കാമ്പാണ്. ഇത് ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് കാമ്പ് അഥവാ കോർ എന്ന് പറയുന്നത്. ഭൂമിയുടെ കേന്ദ്ര ഭാഗത്തെയാണ് കാമ്പ് അഥവാ കോർ എന്ന് പറയുന്നത്. 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ് വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, 2900 കിലോമീറ്റർ മുതൽ തുടങ്ങിയിട്ട് 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ് ഉള്ളത്. ഇനി കാമ്പിന്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു, പുറക്കാമ്പും അതുപോലെ തന്നെ അകക്കാമ്പും എന്ന് പറയുന്നത്. അപ്പൊ പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. ഓക്കെ, ഉരുകിയ അവസ്ഥയിലാണ് വരുന്നത്. അതായത് ആദ്യം എന്തായിരുന്നു, ഖരാവസ്ഥയിലാണെന്ന് പറഞ്ഞു, പിന്നെന്തായിരുന്നു, അർദ്ധദ്രാവകാവസ്ഥയിലാണെന്ന് പറഞ്ഞു നമ്മൾ അല്ലെ, അർദ്ധദ്രാവകാവസ്ഥയിലാണെന്ന് പറഞ്ഞു, പിന്നെന്തായിരുന്നു, ഉരുകിയ അവസ്ഥയിലാണ്. ഓക്കെ, ഉരുകിയ അവസ്ഥയിലാണ് വരുന്നത്. ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പോഴെന്തായിരുന്നു, പുറക്കാമ്പ് എന്തായിരുന്നു, ഉരുകിയ അവസ്ഥയാണ്. പക്ഷെ അകക്കാമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു, അത് വീണ്ടും ഖരാവസ്ഥയിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഖരാവസ്ഥയിലാകുന്നതെന്നും പറയുന്നുണ്ട്. ഉയർന്ന മർദ്ദം, ഓക്കെ, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം കൊണ്ടാണ് അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത് പൂർണ്ണമായും Na, ഓക്കെ, നിക്കൽ, Fe ഇരുമ്പ്, ഇരുമ്പും നിക്കലും ധാതുക്കൾ കൊണ്ടാണ് എന്തായിരിക്കും നിർമ്മിതമായിരിക്കുന്നത്, അകക്കാമ്പ് നിർമ്മിതമായിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് അറിയപ്പെടുന്നത്, നിഫെ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് ആ കാമ്പ് എന്താണ് അറിയപ്പെടുന്നത്, നിഫെ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നിഫെ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം സിയാൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, സിയാൽ എന്ന് പറയുമ്പോൾ വൻകര ഭൂവൽക്കം, സിമ എന്ന് പറയുമ്പോൾ സമുദ്ര ഭൂവൽക്കം, അതുപോലെ തന്നെ നിഫെ എന്ന് പറയുന്നത് കാമ്പ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഫോസിലുകൾ നമുക്ക് നോക്കാം. അപ്പൊ ഫോസിലുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദശില പാളികൾക്കിടയിലൂടെ കാണപ്പെടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു, നമ്മുടെ പ്രാചീന കാലത്ത്, പണ്ട് കാലത്ത് ഭൂവൽക്കം, നമ്മൾ താമസിക്കുന്നതിനാണ് ഭൂവൽക്കം. അപ്പോൾ ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. ആ ജീവജാലങ്ങൾക്ക് അവര് മണ്ണിൽ അലിഞ്ഞു തീരും, അല്ലെ, കാലങ്ങൾ കഴിയുന്തോറും അവരൊക്കെ നശിക്കും. അപ്പൊ അതിന്റെ അവശിഷ്ടങ്ങൾ എന്തായിരുന്നു, അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫോസിലുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഭൂമിയുടെ പൂർവ്വകാലത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോസിലുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ പ്രാചീനകാല ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ അതിനാൽ അവ എന്താണ് പറയുന്നത്, ഫോസിൽ ഇന്ധനങ്ങൾ എന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നുള്ള കൽക്കരിയും പെട്രോളിയം പ്രകൃതിവാതകവും ഒക്കെ എങ്ങനെയാണ് വരുന്നത്, അപ്പൊ പണ്ട് കാലത്തെ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നാളെ കൽക്കരിയോ പെട്രോളിയോ പ്രകൃതിവാതകം എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഫോസിൽ ഇന്ധനങ്ങളാണ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നത് ശിലാമണ്ഡലവും അതുപോലെ തന്നെ അസ്തനോസ്ഫിയറുമാണ്. അപ്പൊ നോക്കാം, എന്താണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്.
ലിത്തോസ്ഫിയർ. ഓക്കെ, എന്താണ് ലിത്തോസ്ഫിയർ ആണ് ശിലാമണ്ഡലത്തിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഭൂവൽക്കത്തെയും മാന്റിലിന്റെയും ഉപരിഭാഗത്തെ ചേർത്ത്. അപ്പൊ എന്തായിരുന്നു? ഭൂവൽക്കത്തെയും മാന്റിലിന്റെയും ഉപരിഭാഗത്തെ, അതായത് ഭൂവൽക്കത്തിന്റെയും മാന്റിലിന്റെ, നമ്മൾ പറഞ്ഞില്ലേ ഉപരിമാന്റിൽ എന്ന് പറഞ്ഞില്ലേ, ഖരാവസ്ഥയിൽ നിൽക്കുന്ന ഉപരിമാന്റിൽ എന്ന് പറഞ്ഞു. അപ്പോ അതിനെയും കൂടി ചേർത്തിട്ടാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അതായത് ഭൂവൽക്കം, ഓക്കെ, ഇവിടെ എന്തായിരുന്നു? മാന്റിലാണ് ഇതിലെ മോളത്തെ, ഓക്കെ, ഉപരിമാന്റിലിന്റെ ഭാഗത്തെയും ചേർന്നിട്ടാണ് ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട്, അതായത് ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് എന്താണ്? ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത് വിളിക്കുന്നത്? അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. അസ്തനോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതായത് ആദ്യം ഭൂവൽക്കമാണ്, ഭൂവൽക്കം കഴിഞ്ഞിട്ട് എന്തായിരുന്നു? മാന്റിൽ വരുന്നുണ്ട് അല്ലെ? ഇത് ഭൂവൽക്കമാണെങ്കിൽ ഇത് മാന്റിലാണ്. മാന്റിലിന്റെ ഉപരിമാന്റിൽ, ഇതുവരെ ഉപരിമാന്റിലാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോ ഈ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് എന്താണ്? ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്? എന്താണ് പറയുന്നത്? അസ്തനോസ്ഫിയർ എന്നാണ്. അർദ്ധദ്രാവകം അസ്തനോസ്ഫിയർ. ഓക്കെ, അർദ്ധദ്രാവകം അസ്തനോസ്ഫിയർ, അങ്ങനെ മനസ്സിലാക്കുക. ഇനി അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ, ലാവ നമ്മൾ പറയും, അതിന്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായിരുന്നു? അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ആ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോഴെന്തായിരുന്നു? കുറച്ച് ദ്രാവകം അല്ലെങ്കിൽ ലാവ ഇങ്ങനെ പുറത്തോട്ട് വരും അല്ലേ? ഈ ലാവയുടെ സ്രോതസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് അസ്തനോസ്ഫിയർ ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ ഇഷ്ടം പോലെതാണ്. 2024 അടക്കം എന്തോരം തവണ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ശിലകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ എന്താണ് ശിലകൾ എന്ന് നമുക്ക് നോക്കാം. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതിനാലാണ് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിക്കുന്നത്. അതായത് ഭൂമിയുടെ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നതിനെയാണ് നമ്മൾ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. അപ്പൊ ശിലാമണ്ഡലം എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ശിലകൾ കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ശിലകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശിലാമണ്ഡലം എന്ന് അതിനെ വിളിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ചുറ്റിലും ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ശിലകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം വരാൻ കാരണം? അപ്പൊ ഈ ശിലകളില് പല പല ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പല പല ഘടകങ്ങളാണ് ഈ ശിലകളിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇതിനെ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. പല ശിലകൾ, വ്യത്യസ്ത തരത്തിലുള്ള ശിലകളാവാൻ കാരണം ഇതിൽ വ്യത്യസ്ത തരത്തിലുള്ള എന്താണ് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഘടകങ്ങളിലെയാണ് നമ്മൾ ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ധാതുക്കൾ. അപ്പൊ മിനറൽസിന്റെ അല്ലെങ്കിൽ ധാതുക്കളുടെ അടിസ്ഥാനത്തിൽ ശിലകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. സിലിക്ക, അബ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ 2000-ലധികം ധാതുക്കൾ ഭൂമിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര ധാതുക്കളാണ് ഭൂമിയിലുള്ളത്? ഒന്നെന്ന് പറയുന്നത് ബോക്സൈറ്റ്, രണ്ടെന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് അതുപോലെ തന്നെ സിലിക്ക, അബ്രം, ഹെമറ്റൈറ്റ്, ഇങ്ങനെ 2000-ലധികം ശിലാധാതുക്കള്, ശിലയിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കള് ഈ ഒരു ഭൂമിയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തില് ശിലകളെ 3 തിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് തിരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് ആഗ്നേയ ശിലകളാണ്. ആഗ്നേയ ശിലകളുടെ PYQ 2024 കഴിഞ്ഞ ആഴ്ച ചോദിച്ചാണ്. അടുത്തത് അവസാദ ശിലകളാണ്. അടുത്തത് കായാന്തര ശിലകളാണ്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രാവകം ഈ ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ ആഗ്നേയ ശിലകൾ എന്നാണ് പറയുന്നത്? ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് ഭൂവൽക്കം നമുക്കറിയാം, അതിന്റെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രാവകം, അതായത് ആ ഭൂവൽക്കത്തിന്റെ ആ ഒരു വിടവുകളിലൂടെ ഉരുകിയ ശിലാദ്രാവകം എന്തായിരുന്നു? ഭൗമ ഉപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാണ്? തണുത്തുറയാണ്. ആ ദ്രാവകം പോലുള്ള ദ്രവ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ്രാവകം എന്ന് പറയുന്നത് എന്തായിരുന്നു?
അത് ദ്രാവക രൂപത്തിൽ നിന്ന് മാറി ഖരാവസ്ഥയിലാക്കുന്നു. ഉരുകിയ അവസ്ഥയിൽ തണുത്തുറയാണ് ചെയ്യുന്നത്. ഓക്കെ, തണുത്തുറഞ്ഞിട്ട് ശിലകൾ രൂപപ്പെടുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഗ്രാനൈറ്റും ബസാൾട്ടും ഒക്കെ രൂപപ്പെടുന്നത്. അപ്പോൾ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആഗ്നേയ ശിലയാണ്. ബസാൾട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആഗ്നേയ ശിലയാണ്, അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഒരു ആഗ്നേയ ശിലകളുടെ ബേസിസിലാണ് ബാക്കിയുള്ള, അതിന് രൂപം മാറ്റം സംഭവിച്ചിട്ടാണ് ബാക്കിയുള്ള ശിലകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകൾ എന്ന് പറയുന്നു. PYQ ആണ് 2024 ചോദിച്ച PYQ ആണിത്. ആഗ്നേയ ശിലകളെ എന്തായിട്ട് അറിയപ്പെടുന്നു? പ്രാഥമിക ശിലകളായി അറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് അവസാദ ശിലകളാണ്. അവസാദ ശിലകളാണ് പറയുന്നത്. അവസാദ ശിലകൾ എന്താന്ന് നമുക്ക് നോക്കാം. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഓൾറെഡി നമുക്കറിയാം തണുത്തുറച്ച് എന്തായിരുന്നു, കുറെ ശിലകൾ ഉണ്ടാവുന്നു. നമ്മൾ എവിടെ പഠിച്ചു? ആഗ്നേയ ശിലകളിൽ പഠിച്ചു. ദ്രാവകം തണുത്ത് ഉറച്ചിട്ട് ഭൂവൽക്കത്തിൽ വെച്ചിട്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? അത് ശിലകളായിട്ട് മാറുന്നു. ആ ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് നമ്മൾ പറഞ്ഞു. ഉദാഹരണം ഗ്രാനൈറ്റും ബസാൾട്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ കാലങ്ങൾ കഴിയുമ്പോൾ ഈ ശിലകൾ എന്തായിരുന്നു? ക്ഷയിക്കും. ക്ഷയിച്ചിട്ട് എന്താ? പൊടിയും, അല്ലെ? ഇപ്പൊ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് പലതും പൊടിഞ്ഞു പോകുന്ന പോലെ ശിലകൾക്കും ക്ഷയവും വരുന്നുണ്ട്, പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോ ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കുകയാണ്. ഓക്കെ, അതായത് ഇവിടെ ഒരു ശില ഉണ്ടെന്ന് വിചാരിക്കുക. ഇതെന്തായിരുന്നു? ഇതിങ്ങനെ പൊടിയാണ്. ഓക്കെ, ഇത് പൊടിഞ്ഞു, ഈ ഭാഗത്തൊക്കെ പൊടിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിക്ഷേപിക്കുകയാണ്. ഓക്കെ, പൊടി വന്നിട്ട് ഇവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നിക്ഷേപങ്ങൾ പിന്നീട് എന്തായിരുന്നു? ഇതിങ്ങനെ നിക്ഷേപിച്ച് ഇത് ഉറക്കുകയാണ്. ഇത് ഉറച്ചിട്ട് എന്താണ്? അവസാദ ശിലകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, ഇതൊക്കെ എന്തായിരുന്നു? അവസാദ ശിലകൾക്ക് എക്സാമ്പിൾ ആണ്. മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. ഓക്കെ, മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജില് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ചേരുംപടി ചേർക്കാന് അതാണ് ഈ ഒരു ഭാഗത്തുനിന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണാം. മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. ഇനി ഇവിടെ പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ അവസാദ ശിലകൾ എങ്ങനെയാണ്? പാളികളായിട്ടാണ് രൂപപ്പെടുന്നത്. ഓക്കെ, പാളികളായിട്ടാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് എന്താണ്? അവസാദ ശിലകൾ എന്താണ്? അടുക്ക് ശിലകൾ. ഇപ്പൊ പാളി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇതാണ് പാളി എന്ന് പറയുന്നത്, അല്ലെ? ഇത് അടുക്കി വെച്ചിരിക്കുന്ന പോലെ ആലോചിച്ചാൽ മതി. അടുക്ക് ശിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് കായാന്തര ശിലകളാണ്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഉയർന്ന താപമൂലമായിരിക്കും, അല്ലെങ്കിൽ ഉയർന്ന മർദ്ദം മൂലോ ഈ ശിലകൾ എന്ത് സംഭവിക്കും? കുറെ ഭൗതികമായിട്ട് മാറും, രാസപരമായിട്ട് മാറും. അപ്പൊ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. മാറ്റമില്ലാത്തത് മനുഷ്യന് മാത്രമാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ശിലകൾക്കും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കാം? ഒന്നില്ലെങ്കിൽ ഭൗതികപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ രാസപരമായിട്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കായാന്തര ശിലകൾ രൂപക്കൊള്ളുന്നത്. അപ്പൊ മാർബിളും സ്ലേറ്റും അതിന് എക്സാമ്പിൾ ആണ്. കായാന്തര ശിലകൾക്ക് എക്സാമ്പിൾ എന്താണ്? മാർബിളും അതുപോലെ തന്നെ സ്റ്റേറ്റുമാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കായാന്തര ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കേരളത്തില് കായാന്തര ശിലകൾ, ഇവിടെ ഒരു കായുണ്ട്, ഇവിടെ ഒരു കായുണ്ട്, അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു കായുണ്ട്, ഇവിടെ ഒരു കായുണ്ട്. ഓക്കെ, ഇത് കണ്ടോ? ഇത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്തായിരുന്നു? ആഗ്നേയശില പൊടിയുന്നു, പൊടിഞ്ഞ അടുക്കുകളായി അവസാദ ശിലയാകുന്നു. ഉയർന്ന താപം കാരണം എന്താകുന്നു? അത് കായാന്തര ശിലയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വീണ്ടും ആ ഒരു പ്രോസസ് ഇങ്ങനെ പോവുകയാണ്. കായാന്തര ശിലയായിട്ട് ശിലാദ്രവ്യമാകുന്നു എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രോസസ് ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. ശിലകളുടെ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നുണ്ട്. ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് എന്താണ് അപക്ഷയം എന്ന് പറയുന്നത്? അപക്ഷയം എന്ന് പറയുമ്പോൾ നമ്മൾ ശിലകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് പറഞ്ഞു, പല രീതിയിൽ മാറ്റങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്, അല്ലെ? പല രീതിയിൽ മാറ്റങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശിലകൾ എന്തായിരുന്നു?
പൊട്ടിപ്പൊടിയുകയോ, നമ്മൾ പറഞ്ഞു ശിലകൾ ചിലപ്പോൾ പൊട്ടിപ്പൊടിയും, നമ്മൾ ആഗ്നേയ ശില പൊട്ടിപ്പൊടിഞ്ഞു, കുറച്ചൊക്കെ പൊട്ടിപ്പൊടിഞ്ഞിട്ടാണ് അവസാദ ശിലയായി എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ പൊട്ടിപ്പൊടിയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ വിഘടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള പ്രക്രിയയാണ് അപക്ഷയം എന്ന് പറയുന്നത്. ക്ഷയിക്കുക. ഓക്കെ, അപക്ഷയം ക്ഷയിക്കുകയാണ്, ശിലകളെ ക്ഷയിക്കുകയാണ്, അപക്ഷയം എന്ന് പറയാണ്. അപക്ഷയം മൂലം ശിലകൾക്ക് രാസപരമായും ഭൗതികപരമായും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പറഞ്ഞു രാസപരമായിട്ടും ഭൗതികപരമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കായാന്തര ശില ഉണ്ടായത് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? ഭൗതിക അപക്ഷയം എങ്ങനെയാണ് സംഭവിക്കുന്നത്? രാസിക അപക്ഷയം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ജൈവിക അപക്ഷയം എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ഭൗതിക അപക്ഷയം സംഭവിക്കുന്നത് താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. അപ്പൊ എന്തായിരുന്നു? താപത്തിലെ ഏറ്റക്കുറച്ചുകൾ, താപം എന്തായാലും കൂടുക കുറയുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാരണം ചിലപ്പോഴെന്തായിരുന്നു ശിലാധാതുക്കൾ, നമുക്ക് പറഞ്ഞ ഇഷ്ടം പോലെ ധാതുക്കൾ ഉണ്ടെന്ന്, ആ ധാതുക്കളിൽ എന്തായിരുന്നു ചിലപ്പോൾ വികസിക്കും, ചിലപ്പോൾ സങ്കോചിക്കും ഒക്കെ ചെയ്യും. അപ്പൊ അപക്ഷയത്തിന് ഇത് കാരണമാകുന്നു. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ തണുത്ത ജലം, അപ്പൊ ശിലകൾ കണ്ടോ, ഇത് വിള്ളലുകളൊക്കെ വന്നു, അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു തണുത്ത ജലം. ഓക്കെ, തണുത്ത ജലം ഇവിടെ വരുന്നു, അത് പിന്നീട് എന്ത് ചെയ്യാണ്, തണുത്തുറയാണ് ചെയ്യുന്നത് അല്ലെ. ഫ്രീസറിലൊക്കെ നമ്മള് ഐസ് കട്ട വെക്കുന്നത് പോലെ ശിലകൾക്കിടയിൽ നിന്ന് ഈ ജലം എന്തായിരുന്നു തണുത്തുറയുന്നു. അപ്പൊ അതുകൊണ്ടും എന്തായിരുന്നു ഈ ശിലകളെല്ലാം പൊട്ടാൻ സാധ്യതയുണ്ട്, വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെന്തായിരുന്നു ഭൗതികമായി സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നു ഭൗതിക അപക്ഷയം എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് രാസിക അപക്ഷയമാണ്. രാസിക അപക്ഷയം, രാസിക അപക്ഷയം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, രാസപ്രവർത്തനം മൂലം ശിലകൾ ക്ഷയിക്കുകയാണ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് മൂലം, ധാതുക്കൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് മൂലം ശിലകൾക്ക് വരുന്ന ക്ഷയം നമുക്ക് പറയാം രാസിക അപക്ഷയമാണെന്ന്. അടുത്ത ജൈവിക അപക്ഷയം എന്താണ്? അതായത് നമ്മൾ ഈ ഒരു രീതിയിലുള്ള മരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, മലകളിന്റെ സൈഡിലൂടെ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് താഴ്ന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ മലപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. താഴ്ന്നിറങ്ങി ചെറു ജീവികൾ എന്തായിരുന്നു മാളങ്ങൾ ഉണ്ടാക്കും. എലി, അതുപോലെ തന്നെ ഈ പാമ്പ്, ഇവിടൊക്കെ എന്തായിരുന്നു മാളങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇവരെന്തായിരുന്നു പിന്നീട് മാറും, ചെറിയ ചെടികൾ ഉണ്ടാവും. അപ്പൊ കാലങ്ങൾ കഴിഞ്ഞാൽ ഇവരൊക്കെ ജന്തുക്കൾ മരിക്കുക ചെയ്യും, സസ്യങ്ങൾ അതെന്തായിരുന്നു ജീർണിക്കും. അങ്ങനെ സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണമൊക്കെ എന്തായിരുന്നു ഈ അപക്ഷയത്തിന് കാരണമാകുന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്തായിരുന്നു ജൈവിക അപക്ഷയമാണ്. ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങളുടെയും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു. പാറ പൊട്ടിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജീവനുള്ള വസ്തുക്കൾ ചെയ്യുന്നത് കാരണം നമ്മൾ എന്താ ജീവികളാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം ക്ഷയം സംഭവിക്കുന്നുണ്ട് ശിലകൾക്ക്. അപ്പൊ അതിന് പറയുന്നതും ജൈവിക അപക്ഷയം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് കുറിച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപക്ഷയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത നമുക്ക് മണ്ണ് ജനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കൂടി ഉണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ചെറിയ ഒരു ഭാഗമാണ്. ഞാൻ 2 പാർട്ടായിട്ട് എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ട, ഇതൊരു ചെറിയൊരു പാർട്ടാണ്. അപ്പൊ ഇതും കൂടി എടുക്കാം കേട്ടോ. ഇനി അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ പലതരത്തിൽ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കാൻ സഹായിക്കുന്നുണ്ട്, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കും. അപക്ഷയം മണ്ണിന്റെ രൂപീകരണത്തിന് സഹായിക്കും. നമ്മളിങ്ങനെ പൊടിഞ്ഞ് നമ്മൾ പറഞ്ഞു ചുണ്ണാമ്പ് കല്ല് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പൊടിഞ്ഞ് മണ്ണിന്റെ വർഷങ്ങളോളം പൊടിയുമ്പോൾ മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകും. അപ്പൊ എങ്ങനെയാണ് മണ്ണ് ഉണ്ടാവുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര രേഖയാണ് പെഡോളജി, PYQ ആണ്. എന്തായിരുന്നു മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രരേഖയ്ക്ക് പറയുന്നതാണ് പെഡോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ പെഡോളജിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ശാസ്ത്രശാഖ പെഡോളജി, അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനെ നമ്മൾ പെഡോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അപക്ഷയ പ്രവർത്തനങ്ങളിലൂടെ മണ്ണ് പൊടിയും, ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചും എന്തായിരുന്നു കുറെ മണ്ണ്
പൊടിയും. അപ്പൊ കുറെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഈ പൊടിയൊക്കെ ഇങ്ങനെ കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്, മണ്ണ് രൂപം കൊള്ളുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഈസി ആയിട്ടുള്ള കാര്യമാണോ? അല്ല. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 5000-ലധികം വർഷങ്ങൾ വേണ്ടി വരും. അപ്പൊ ഈ മണ്ണിന് നമ്മൾ ഇനി മുതൽ വിലയില്ലാണ്ട് കാണരുത്. ഒരു ഇഞ്ച് കനത്തില്, ഓക്കെ, 1 ഇഞ്ച് കനത്തിലുള്ള മണ്ണ് 5000-ലധികം വർഷങ്ങളാണ് വേണ്ടി വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ മണ്ണാക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനെ സഹായിക്കുന്നുണ്ട്. കാലാവസ്ഥ, ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളും ജന്തുക്കളും ഇതൊക്കെ എന്തായിരുന്നു, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ കാലാവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിന്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും. അപ്പൊ ചൂട് കൂടുമ്പോൾ ഉറപ്പായിട്ട് എന്തായിരുന്നു, കുറച്ചുകൂടി സ്പീഡ് കൂടും. ഭൂപ്രകൃതി നമ്മൾ നോക്കുവാണെങ്കിൽ ചെങ്കുത്തായ ചെരുവുകളിൽ മണ്ണിനും കനം കുറവായിരിക്കും. ഇപ്പൊ ചെരുവുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കനം കുറവായിരിക്കും. ഇനി സസ്യങ്ങളും ജന്തുക്കളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു, സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിന്റെ ഫലമായിട്ട് അമ്ലം ശിലകളിലൂടെ അപക്ഷയത്തിന് കാരണമാകുന്നുണ്ട്. മാതൃശില എന്ന് പറയുമ്പോൾ മണ്ണിന്റെ ഘടന എന്ന് പറയുന്നത് ഏത് ശിലകളിൽ നിന്നാണ് ഈ മണ്ണ് രൂപപ്പെട്ടത് അതിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ഇഞ്ച് സമയം എത്രയാണ്, 1000-കണക്കിന് വർഷങ്ങൾ എടുക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇഷ്ടം പോലെ വർഷങ്ങൾ എടുക്കും. 1 ഇഞ്ച് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തായിരുന്നു, 1000-ലധികം വർഷങ്ങൾ എടുക്കും 1 ഇഞ്ച് കനത്തില് മണ്ണ് രൂപപ്പെടാനെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് മണ്ണ് ജീവന്റെ നിലനിൽപ്പിന്. നമുക്കറിയാം മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മണ്ണുണ്ടെങ്കിലേ നമ്മളുള്ളൂ അല്ലെ. നമുക്ക് ഇഷ്ടം പോലെ പ്രവർത്തനങ്ങള് മണ്ണിലാണ് നമ്മൾ സാധ്യമാക്കുന്നത്. അതുപോലെ തന്നെ സസ്യങ്ങൾ മണ്ണിലെ പോഷക ഘടകങ്ങൾ വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സസ്യങ്ങളെയാണ് മനുഷ്യരും ജീവജാലങ്ങളും ആഹാരമാക്കുന്നത്. അപ്പൊ മണ്ണാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മണ്ണില്ലെങ്കിൽ നമ്മളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ സസ്യജന്തുജാലങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ മണ്ണിൽ തന്നെ ലയിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഭക്ഷണ ശൃംഖലയുടെ പ്രവർത്തനം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. അത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ അല്ലേ, അപ്പൊ കുട്ടികളുടെ അടുത്ത് പറയുകയാണ്. ഇനി മണ്ണ് മരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ മണ്ണ് എങ്ങനെയാണ് മരിക്കുന്നത്? വനനശീകരണം, കുന്നിടിക്കല്, അശാസ്ത്രീയ പ്രവർത്തനങ്ങള്. അപ്പൊ ഇതൊക്കെ കാരണം എന്താണ്, മണ്ണ് ശോഷിക്കുന്നു എന്നാണ് പറയുന്നത്. മണ്ണിന് ശോഷണം സംഭവിക്കും. അതുപോലെ തന്നെ എന്തായിരുന്നു, മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒരു വല കൊണ്ടെന്ന പോലെ തടഞ്ഞു നിർത്തുന്നു. അപ്പൊ മരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ എന്തായിരുന്നു, മണ്ണൊലിപ്പ് കൂടുവാണ് ചെയ്യുന്നത്. ഓക്കെ, മണ്ണൊലിപ്പ് കൂടുവാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഈ വേറെ മരങ്ങൾ വെട്ടിയിട്ട് നമ്മൾ കൃഷി നയിക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. കൃഷി എന്ന് പറയുമ്പോൾ കടും കൃഷിയൊക്കെ നടത്തിയിട്ട് മണ്ണിനെ ശരിക്കും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുവാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊന്നും ചെയ്യാൻ പാടില്ല, കൃഷി നടത്തരുത് എന്നല്ല പറയുന്നത്. പക്ഷെ മരങ്ങളിൽ നമ്മൾ ഒരുപാട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ദോഷമാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ പറയുന്നുണ്ട് ഒരു മണ്ണും മനുഷ്യനും എന്ന തലക്കെട്ടിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ഇടുന്നതും ഇതൊക്കെ മണ്ണിന്റെ, അതുപോലെ മണൽ വാരുന്നത്, ഇതൊക്കെ എന്തായിരുന്നു, മണ്ണിനെ ശരിക്കും കൊല്ലുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മേൽമണ്ണ് നഷ്ടമായാൽ അവശേഷിക്കുന്നത് ഉഷാരഭൂമിയോ പാറനിരപ്പോ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പാറനിരപ്പായിരിക്കും അല്ലെങ്കിൽ ഉഷാരഭൂമിയാണ് മേൽമണ്ണ് നഷ്ടപ്പെട്ടാൽ ഉണ്ടാവാൻ പോകുന്നത്. ഇനി മേൽമണ്ണ് പുനഃസൃഷ്ടിക്കപ്പെടാൻ 1000-കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു 1 ഇഞ്ച് മണ്ണ് എന്തായിരുന്നു വരാൻ വേണ്ടി എത്ര 1000-കണക്കിന് വർഷങ്ങൾ വേണ്ട. അപ്പൊ മേൽമണ്ണ് എന്തായിരുന്നു, ഈസി ആയിട്ട് നമ്മളത് നശിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ മണ്ണ് നമുക്ക് ജീവിക്കണമെങ്കിൽ മണ്ണ് തന്നെ വേണം, കൃഷി ചെയ്യണമെങ്കിൽ മണ്ണ് തന്നെ വേണം. സോ മണ്ണിനെ എല്ലാവരും സംരക്ഷിക്കണം എന്നൊക്കെ പറയാണ്. ഓക്കെ, ഇതിൽ എത്രയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ സംഗ്രഹം കൂടി പറയുന്നുണ്ട്. ജസ്റ്റ് അതും കൂടി നമുക്ക് ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്യാം. ഭൂമിയുടെ ഉള്ളറക്കി പാളികളായുള്ള ഘടനകളാണുള്ളത്. ഓരോ ഭൗമപാളിക്കും തനതായ സവിശേഷതകളുണ്ട്. അവ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ആഗ്നേയശില, അവസാദശില, കായാന്തരശില എന്നിങ്ങനെ വർഗീകരിക്കാം എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കായാന്തര ശിലകളാണ്. ഇനി അടുത്തത്, ഭൂവൽക്ക ശിലകൾ ഭൗതികമായി ശിഥിലീകരിക്കപ്പെടുകയും രാസപരമായി വിഘടിക്കുകയും ചെയ്യുന്നതിനാണ് അപക്ഷയം എന്ന് പറയുന്നത്. ശിലകൾക്കുണ്ടാകുന്ന അപക്ഷയമാണ് മണ്ണിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനം. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷികമായ മണ്ണ് വിവിധ രീതിയിൽ ശോഷണം ഉണ്ടാക്കുന്നു.
ജീവന്റെ നിലനിൽപ്പിന് മണ്ണ് സംരക്ഷണം അനിവാര്യമാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇപ്പൊ മിക്ക എക്സാമുകളിലും ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ എടുക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്, ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആണ് എന്നെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നിങ്ങളുടെ കമന്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ആണ് നമ്മളെ വീണ്ടും വീണ്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. സോ നിങ്ങൾക്ക് കമന്റ് ഒക്കെ ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്